ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രജീസ് ഡയറീസ്. എൻ്റെ പേര് പ്രജിത. ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫ്രണ്ടും റിലേറ്റീവുമായ ധനിയുടെയും ദിവ്യയുടെയും വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് വീടാണ് കേട്ടോ ഇത്. എന്തുകൊണ്ടാണ് ഫേവറേറ്റ് എന്നൊക്കെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ഭംഗിയുള്ള ഒരു വീടാണിത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഈ വീടും വീടിൻ്റെ കാഴ്ചകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഒരു ഔട്ട്ലുക്ക്. ട്രഡീഷണൽ കം മോഡേൺ ബ്ലെൻഡുള്ളൊരു വീടാണ് കേട്ടോ ഇത്. അപ്പം നമ്മളിങ്ങനെ മുറ്റത്തുനിന്ന് നടന്നുകൊണ്ട് പോകുമ്പം ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളെല്ലാവരും ഗസ് ചെയ്ത പോലെ ഇതൊരു ടാങ്ക് എന്ന്. അല്ല, ഇത് ടാങ്ക് അല്ല, ഇതൊരു കിണറാണ്. പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കിണറാണ്. ഇപ്പം അതിൽ ഉപ്പുവെള്ളം ആയത് കാരണം അവർ യൂസ് ചെയ്യുന്നില്ല. അവർ ക്ലീനിങ് പർപ്പസിനും പിന്നെ ചെടിയെല്ലാം നനയ്ക്കാൻ വേണ്ടിയിട്ട് അവർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ. ഇനി നമുക്ക് വീടൊന്ന് എൻട്രി ചെയ്യണ്ടേ? അപ്പം നമുക്ക് കയറാം. അപ്പോൾ ഈ സിറ്റ് ഔട്ടിൽ കയറുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഒരു സ്കേർട്ടിങ് വർക്കാണ് കേട്ടോ ഈ ബ്ലാക്ക് ബോർഡർ കൊടുത്തേക്കുന്നത്. എന്ത് ഭംഗിയല്ലേ! അപ്പം അങ്ങനെ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറുകയാണെങ്കിൽ മേലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഓട് വെച്ചിട്ട് പതിച്ചിരിക്കുകയാണ്. അവിടെ ഗോപുരം പോലത്തെ ഒരു ഡിസൈൻ ഉണ്ട്. പിന്നെ ഇതാണ് ഒരു വ്യൂ, നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ. ഇനി നമുക്ക് അകത്തോട്ട് കയറാം. അപ്പം എല്ലാവർക്കും വെൽക്കം ടു ദ മിനി ഹാൾ. ഒരു ബ്യൂട്ടിഫുൾ ഹാളാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മെയിൻ തിങ്, നമുക്ക് ഇങ്ങോട്ട് കയറുമ്പം തന്നെ കിട്ടുന്ന ഒരു വൈബ്സ് വളരെ പോസിറ്റീവാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നല്ല സൂര്യപ്രകാശമുണ്ട്, 2 വിൻഡോസ് ഉണ്ട് 2 സൈഡിലായിട്ട്. സോ നല്ല പോലെ സൺലൈറ്റ് കയറുന്ന ഒരിടമാണ്. പിന്നെ ഈ വീടിൻ്റെ ഡെക്കോർ വളരെ സിമ്പിൾ യെറ്റ് ക്ലാസി ആൻഡ് ട്രഡീഷണൽ ലുക്കിലാണ് ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഒരു 3 ബെഡ്റൂം ഹാൾ കിച്ചൺ വീടാണിത്. ആർക്കെങ്കിലും ഈ വീടിൻ്റെ പ്ലാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി, ഞാൻ അയച്ചുതരാം. ഇനി നമുക്ക് നടുമുറ്റം കാണാം. ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ. വളരെ സ്പേഷ്യസ് ആണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നടുമുറ്റത്ത് ഒരു ബ്യൂട്ടിഫുൾ ഊഞ്ഞാൽ. വീടിൻ്റെ ഏരിയ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2300 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആണ്, എന്നാലോ നല്ലൊരു ഒതുക്കമുള്ള വീടാണ്. അപ്പം ഊഞ്ഞാലിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് TV കാണാനുള്ള ഒരു ഏരിയ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഏതൊരു ബിൽഡിങ്ങിനെയും വീടാക്കുന്നത് നമ്മുടെ മെമ്മറീസ് ആൻഡ് ഫാമിലി മെമ്പേഴ്സാണ് അല്ലേ? ഇപ്പം നമ്മൾ കയറിയത് ഫസ്റ്റ് എൻട്രൻസിലൂടെയാണ് കേട്ടോ. ഈ വീടിന് മൊത്തം 2 എൻട്രൻസ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് എൻട്രൻസിലൂടെ ഒന്ന് കയറി നോക്കിയാലോ? അപ്പം സെക്കൻഡ് എൻട്രൻസിലൂടെ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഡൈനിങ് ടേബിൾ ആണ്. ഇതൊരു ഡൈനിങ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തതാണ്. ഇത് കിച്ചണിൽ നിന്ന് സാധനമെല്ലാം പാസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നേരെ കാണുന്നത് മുകളിലേക്കുള്ള സ്റ്റെപ്സും പിന്നെ വാഷ് ഏരിയയും. പിന്നെ ഇങ്ങോട്ട് കാണുന്നത് നമുക്ക് കിച്ചൺ ഒരു വ്യൂ കാണാം കേട്ടോ. കംപ്ലീറ്റ് വുഡ് ബേസ്ഡ് ഡെക്കോറാണ്. അതുകൊണ്ട് തന്നെ കിച്ചണിലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബ്ലെൻഡ് കാണാൻ കിട്ടും. നല്ല സൗകര്യത്തിൽ ഒരുക്കിയിരിക്കുകയാണ്. കിച്ചണിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വാഷ് ഏരിയ ആണ്. വാഷിംഗ് മെഷീൻ എല്ലാം നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ. നമുക്ക് ഇതിലെ മുറ്റത്തേക്ക് ഇറങ്ങാം. ഇനി നമ്മുടെ വാഷ് ബേസിൻ്റെ സെക്ഷനാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഒരു വുഡ് ഫിനിഷ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതേ കണ്ടില്ലേ, ബ്യൂട്ടിഫുള്ളി നല്ല
ക്യൂട്ട് ലിറ്റിൽ തിങ്സ് ആണ് വെച്ചിട്ടുള്ളത്. പക്ഷെ നല്ല ഭംഗിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് പോയാലോ. ഇത് മൊത്തം ടീക്കിൻ്റെ വുഡാണ് കേട്ടോ. ഈ ടീക്ക് വുഡ് വളരെ ലാഭമായിട്ടാണ് ഇവർക്ക് ലഭിച്ചത് കേട്ടോ. ഇവർ നിലമ്പൂർ ഗവൺമെൻറ് ഫോറസ്റ്റ് ഡിപ്പോർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു ലോട്ടിന് ഇത്ര പൈസ എന്ന് പറഞ്ഞ് ഹോൾസെയിൽ റേറ്റിനാണ് ഇവർ വാങ്ങിയത്. സോ ബാക്കിയും കുറച്ച് വുഡ് വന്നപ്പോൾ അവർ അതിൽ നിന്നുണ്ടാക്കിയ ഫർണിച്ചറാണ് നിങ്ങൾ കണ്ടത്. ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ് എല്ലാമായിട്ട്. കോഫി ടേബിൾ പോലും അതുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. ഇപ്പം നമ്മൾ മുകളിലേക്ക് കയറി വന്നപ്പോൾ കാണുന്നില്ലേ ഈ കൊച്ചു ഹാള്. ഇത് ഫ്യൂച്ചറിൽ ഒരു ഹോം തിയേറ്ററും പിന്നെ ഒരു കൊച്ചു ലൈബ്രറി ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പ്ലാൻസ് ഉണ്ട് കേട്ടോ. ഇതേ കണ്ടോ, ജനൽ തുറന്നപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. ഇനി നമുക്ക് ടെറസും കൂടി ഒന്ന് കണ്ടാലോ. ഇതേ നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പം നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ. ഇതേ കണ്ടല്ലോ, ചുറ്റും ഗ്രീനറി. ബാംഗ്ലൂരിലൊക്കെ ഇങ്ങനെ കാണാൻ പോലും കിട്ടില്ല. എന്ത് രസാ. ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ ഈ ഡോറും പിന്നെ ഇതേ കിടക്കുന്ന അവിടുത്തെ ഡോറും. ഈ രണ്ട് സ്ഥലവും നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് ആക്കിയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഫ്യൂച്ചറിൽ എന്താവശ്യം വന്നാലും നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യണേലും നല്ല പോലെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ബെസ്റ്റ് പാർട്ട് ഓഫ് ദ ഹൗസ് എന്ന് പറഞ്ഞാൽ നല്ല പ്ലാനിങ്ങിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതേ കണ്ടല്ലോ, നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്? പൊളിയല്ലേ? ഇനി നമ്മൾ ഈ വീട്ടിൽ ചിലവഴിച്ച കുറച്ച് മെമ്മറബിൾ മൊമെൻറ്റ്സ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്.